വലിയ വലിയ പുകഴ്ത്തലുകൾ ഇദ്ദേഹം നടത്തുന്നുണ്ട്. ഇതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ മകൻ ഹരിലാൽ ഇസ്ലാമിലേക്ക് മതം മാറിപ്പോയി. അന്ന് ഈ മകനെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് പിടിച്ചുകൊണ്ട് വന്നത് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശത്തോടെ ഈ സ്വാമി ശ്രദ്ധാനന്ദ. അതായത് മഹാത്മാഗാന്ധി തന്നെ ഇങ്ങരുടെ ഈ ശുദ്ധി പ്രസ്ഥാനവും ഈ തിരിച്ചു കൊണ്ടുവരലും എല്ലാം ശ്രമിച്ചു. മഹാത്മാഗാന്ധി ഈ പറയുന്നോണം ആയിരുന്നില്ല. മകൻ ഇസ്ലാമിൽ പോയപ്പോൾ മഹാത്മാഗാന്ധിക്ക് സ്വീകാര്യമായിരുന്നില്ല. ഇന്റർകാസ്റ്റ് മാരേജ്, ഇന്റർ റിലീജിയൻ മാരേജ്, ഇന്റർ മിംഗ്ലിങ്, ഇതൊന്നും ഇഷ്ടപ്പെടാത്ത വളരെ റിഗ്രസീവായ ഒരാൾ തന്നെയായിരുന്നു മഹാത്മാഗാന്ധി. ഓക്കെ, ഇത് അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അംബേദ്കർ പറയുന്നുണ്ട് ഫസ്റ്റ് സഫർ വാസ്, ഇങ്ങനെ കുറേ ഹിന്ദുക്കൾ ആ കാലഘട്ടത്തിൽ, ഇത് പാകിസ്ഥാൻ എന്നുള്ള എസ്സിക്കകത്ത് വരുന്നതാണ്, ആ കാലഘട്ടത്തിൽ കുറേ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. സ്വാമി ശ്രദ്ധാനന്ദ ഹു വാസ് ഷോട്ട് ബൈ അബ്ദുൾ റഷീദ് ഇൻ 23 ഡിസംബർ 1926 when he was lying in his sick bed. 1926 ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇയർ എനിക്ക് അവിടെ ഒരു കറക്ഷൻ, I don't know whether he is right. This was followed by a murder of Lala Nanak Chand, a prominent Arya Samaja in Delhi. Then Rajpal, the author of Rangila Rasool. Then Nadurasmal Sharma, murdered by Abdul Qayyum. ഇങ്ങനെ കുറേ ഹിന്ദുക്കൾ ആ ഒരു കാലഘട്ടത്തിൽ മരണം അടഞ്ഞു. അതിനെക്കുറിച്ച് എല്ലാം കൊലപാതകമാണ്. അംബേദ്കർ പറയുന്നുണ്ട്, ബട്ട് മിസ്റ്റർ ഗാന്ധി ഹാസ് നെവർ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് സച്ച് മർഡേഴ്സ്. ഒരിക്കലും ഗാന്ധി ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല, ഇത് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. Not only have the Muslims not condemned this outrage, but even Mr. Gandhi has never called upon the leading Muslim to condemn them. മുസ്ലിം നേതാക്കൾ ആരും തന്നെ ഇതിനെ കുറ്റപ്പെടുത്തിയില്ല. ഗാന്ധി ഒരു മുസ്ലിം നേതാവിനോട് കുറ്റപ്പെടുത്താൻ പറഞ്ഞുമില്ല, ഗാന്ധിയും ചെയ്തില്ല. അംബേദ്കർ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കില്ല. ഗാന്ധി ജയന്തി കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്നുകൊണ്ടാണ് ഗാന്ധിയെക്കുറിച്ച് ഇപ്പോഴും ആളുകൾ ഓർക്കുന്നതെന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ. പുള്ളി പറഞ്ഞു ഒരിക്കലും ചെയ്യില്ല. ഹി വാസ് സൈലന്റ് ഓവർ ദം. സോ ഇത് ട്രൈബലിസമാണ്. നിങ്ങൾ ഇനിയിപ്പോൾ സ്വന്തം കൂട്ടരെന്ന് പറഞ്ഞൊരു കൂട്ടരെ എടുക്കുകയും ആ കൂട്ടരോട് അവരെ നിങ്ങൾ മരണം പുലുകൂ എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമൊന്നുമില്ല. നല്ലത് പറഞ്ഞു കൊടുക്കാം, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവൻ ത്യജിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മഹത്യാ പ്രേരണ നടത്തുന്നത് അത് ട്രൈബലിസമാണ്. നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളുടെ മതമാണ്, അപ്പം എനിക്ക് ഇവരോട് ഇങ്ങനെ പറയാൻ ഇതുണ്ട്. ഇതും ഗോത്രീയത തന്നെയാണ്. നിങ്ങൾ ഗോത്രീയയിൽ നിന്ന് പുറത്തു വരുമ്പോൾ സ്വന്തം മതമായാലും അന്യമതമായാലും നിങ്ങൾക്ക് സമഭാവന ഉണ്ടാവണം. ഗാന്ധിക്ക് അതുണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് സഹോദരൻ അയ്യപ്പൻ